Hi guys, welcome back to our channel Iruchakra Lokam. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ കുറച്ച് കേസസ് ഒക്കെ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ഓൾമോസ്റ്റ് ഏതാണ്ട് 18,000 കേസ്. ഞാൻ സംസാരിക്കുന്നത് August 2021 ഫസ്റ്റ് വീക്കിനെ പറ്റിയിട്ടാണ്. സോ എല്ലാവരും ശ്രദ്ധിക്കുക, വെളിയിൽ പോകുന്നുണ്ടെങ്കിൽ നല്ലോണം സോഷ്യൽ ഡിസ്റ്റൻസിങ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ 2 വാക്സിനും എടുക്കാൻ വളരെ എത്ര പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ അത്രയും നല്ലത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫാമിലിനെ നിങ്ങളെ സേഫാക്കി വെക്കുക, അതാണ് പ്രധാനപ്പെട്ട കാര്യം. സോ അത് നിങ്ങൾ ചെയ്യുക. ഇവിടെയൊക്കെ നല്ല ചെക്കിംഗ് ആണല്ലോ. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു യൂസർ റിവ്യൂവിനെ പറ്റിയിട്ടാണ്, ഒരു ലോങ് ടേം യൂസർ റിവ്യൂ. നമ്മളെ ദിൽജിത് ഭായ് പുള്ളീൻ്റെ ഇൻസ്റ്റഗ്രാം ചാനലായ Waderlust 96. സോ പുള്ളീൻ്റെ ഇൻസ്റ്റഗ്രാം ചാനൽ ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ പുള്ളീനെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ അവിടെ പോയി പുള്ളീനെ ഫോളോ ചെയ്യാം. നല്ല സെക്സി ആയിട്ടുള്ള ബ്ലൂ കളറുള്ള R15 വേർഷൻ 3 ആണ് പുള്ളീൻ്റെ കയ്യിലുള്ളത്. ജാനുവരി 2020 മേടിച്ച വണ്ടിയാണ്. ഓൾമോസ്റ്റ് ലൈക്ക് 1.5 years പുള്ളി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹി ഹാസ് ക്ലോക്ക്ഡ് ഓവർ 22,000 കിലോമീറ്റേഴ്സ്. അപ്പോൾ 22,000 കിലോമീറ്ററിൽ പുള്ളിക്കുണ്ടായ അനുഭവങ്ങൾ, പുള്ളിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസസ്, അതിനെപ്പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയും അറിയുകയും ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ സെയ്ദ് ഭായ് ഇതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് തരുന്നതായിരിക്കും. ഭയങ്കരമായ ഓവർ ടെക്നിക്കലല്ല, പക്ഷേ പറ്റുന്ന രീതിയിലുള്ള ടെക്നിക്കൽ ഇൻഫർമേഷൻ പുള്ളി തരും. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു ലേമെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ, നമ്മളൊരു സാധാരണക്കാരൻ വണ്ടി ഓടിച്ചാൽ എന്ത് തോന്നുന്നു എന്നുള്ളത് ഞാനൊരു അഭിപ്രായം പറയാം. ഞാനൊരു വണ്ടി എൻതൂസിയസ്റ്റാണ്, ഞാനൊരു ഓട്ടോമൊബൈൽ എക്സ്പേർട്ട് അല്ല. സോ ഞാൻ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എന്നെ തള്ളക്കുളിക്കരുത്, അത്രേ ഞാൻ പറയാനുള്ളൂ. അപ്പം കട്ട സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഒരു പുതിയ സംഗതി തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഐ എം റിയലി എക്സൈറ്റഡ്. സോ ഐ എം ഗോൺ ഹാവ് എ റൈഡ് റിവ്യൂ വിത്ത് റൈഡ് ഇംപ്രഷൻ ഓഫ് R15 വേർഷൻ 3 2020 മോഡൽ January. So let's begin. R15 version 3. I played it innocent, a feel of discontent. I'm finally facing it all, fearless. ഹലോ ഫ്രണ്ട്സ്, Iruchakra ലോകത്തിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതമാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വണ്ടി Yamaha R15 വേർഷൻ 3 BS6 2020 മോഡലാണ്. ഇപ്പോൾ ഞാൻ இந்த വണ്ടിയെ പറ്റി സ്പെസിഫിക് ഡീറ്റെയിൽസ്, ഏതെല്ലാം സ്പെക് ഡീറ്റെയിൽസ് കൊടുക്കുறேன். പിന്നെ വേറെ ഏതാ ചേഞ്ചസ് ഉണ്ട് എഞ്ചിനിൽ, ഞാൻ എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് പറയാം. ഇത് Yamaha വേർഷൻ 3 വെഹിക്കൽ. ഇതിൽ വണ്ടിട്ട് നിങ്ങൾക്ക് 150cc എഞ്ചിൻ, 18.6 ബ്രേക്ക് ഹാർസ് പവർ இருக்குது இது வண்டியில். പിന്നെ இந்த வண்டியோட என்ஜின் டோட்டல் டிஃப்ரெண்ட் ஆனோம். இது வெர்ஷன் 2 இன்ஜின் இல்லை, இது டோட்டல் ரீஃபைன் இன்ஜின் வெர்ஷன் 3 இன்ஜின். இதில் നിങ്ങൾക്ക് VVA ടെക്നോളജി കിട്ടും. VVA ടെക്നോളജി എന്താ പണി ചെയ്യണം, ആഫ്റ്റർ 7,000 നിങ്ങൾ വണ്ടി ക്രോസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് പവർ കൂടിയേ കിട്ടും. പിന്നെ ഇത് വണ്ടി 150 സെഗ്മെൻറ്റിലെ ബെസ്റ്റ് വെഹിക്കലാണ്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് 2020 1,81,000 എന്നതാ. ഇപ്പോൾ 5,000 അപ്സ് ആൻഡ് ഡൗൺ ഉണ്ടാവും അതെന്നാ ആശയ്ക്കാം. ബിലോ 2 lakh ഇത് ബെസ്റ്റ് വെഹിക്കലാണ്. പിന്നെ 150cc സ്പോർട്സ് സെഗ്മെൻറ്റിൽ ഇതോടെ ബെസ്റ്റ് വെഹിക്കൽ ഇതില്ല. ഇതിൻ്റെ കോമ്പറ്റേറ്റർ ജിക്സർ 150 ഉണ്ട്. പിന്നെ ഇതൊക്കെ നിറയെ ഡിഫറൻസ് ഉണ്ട്. ഇത് LC എഞ്ചിൻ, LC പറഞ്ഞെങ്കിൽ ലിക്വിഡ് കൂൾ എഞ്ചിൻ. ജിക്സറിൽ എയർ കൂൾഡ് എഞ്ചിൻ വരും. ഇതിൻ്റെ മീറ്റർ കൺസോൾ വെർഷൻ 2 പിന്നെ വെർഷൻ 3 ചേഞ്ചസ് ഉണ്ട്. ഇതിൽ LED ഹെഡ്ലൈറ്റ്സ് കിട്ടും നിങ്ങൾക്ക്. പിന്നെ ഇതിൻ്റെ ടൈലാമ്പ് ഫുൾ ടൈൽ ബ്രാക്കറ്റ് ചേഞ്ച് ഉണ്ട്. പക്ഷേ നമ്മൾ ഇത് കുറച്ച് ആൾട്ടർ ചെയ്ത് മാറ്റിയതാ. പിന്നെ ഇതുവരെയാണ് ഞങ്ങൾ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈലൻസർ കൂടെ ഡിഫറെൻ്റ് ഉണ്ട്. ഇത് BS6 എഞ്ചിനക്ക് ഡിസൈൻ ചെയ്ത സൈലൻസറാണ്. ഇത് R1 ഇൻസ്പയർ ഡിസൈനാണ്. പക്ഷേ ഇത് 150cc, അത് R1 സൂപ്പർ ബൈക്കാണ്. അതുകൊണ്ട് ഇത് ചെറിയ കോപ്പി മോഡലാണ്. സോ Yamaha വേർഷൻ 3 Jan 2020 മോഡലാണിത്. നിങ്ങളെല്ലാവരും കണ്ടാണല്ലോ. അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ ഇനീഷ്യൽ റൈഡ് ഇംപ്രഷൻസ്, ഇരിക്കുമ്പോൾ തന്നെ നല്ല അഗ്രസീവായിട്ടുള്ളൊരു പൊസിഷനിങ് ആണെന്ന് എനിക്ക് വണ്ടിയിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. നമ്മളെ കരീസ്മേനേക്കാളൊക്കെ വളരെ നല്ല വ്യത്യാസമുള്ള വണ്ടിയാണ്. എൻ്റെയൊക്കെ 2010 മോഡലാണ്. ഡുവൽ ചാനൽ EVസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ചിട്ട് ഇതിൻ്റെ ഒരു ഇനീഷ്യൽ നല്ല സ്മൂത്തായിട്ടുള്ള എഞ്ചിനാണ്. നമുക്കൊന്ന് വണ്ടി ഓടിച്ച് നോക്കാം. അപ്പോൾ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ നമ്മളെ കരീസ്മയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം
കരിസ്മയിലൊക്കെ നല്ല അപ്രൈറ്റ് സീറ്റിംഗ് പൊസിഷനാണ്. ഇതിലാണെങ്കിൽ നല്ല അഗ്രസീവ് ആയിട്ടുള്ളതും. പിന്നെ എന്നെപ്പോലെ നല്ല വെയിറ്റിലൊക്കെ ആൾക്കാർക്ക് നല്ല വയറിനൊക്കെ ഭയങ്കര എന്താ പറയുക, ഒരു പ്രസ്സിങ് ആയിട്ടുള്ളൊരു ഇംപ്രഷൻ മാറി വരും. ഇതിന് ഡുവൽ ഹോൺ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, നല്ല വണ്ടി. നല്ല ഇനീഷ്യൽ ആക്സലറേഷനൊക്കെ നല്ല കൂടുതലായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഉണ്ടാക്കുന്ന ടോർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ 150cc റേഞ്ചിൽ റേസ് സ്പെക് R15. നമ്മളിപ്പോൾ MT51 അത് കുറച്ചും നേക്കഡ് ആയിട്ടുള്ള മോഡലാണ്, സെയിം എഞ്ചിനാണെന്ന് തോന്നുന്നു. പക്ഷേ ഇനിയിപ്പം BS6 വേർഷനിൽ ആദ്യമായിട്ട് ഇറങ്ങിയ വണ്ടിയാണിത്. അപ്പം നല്ലൊരു റിഫൈൻമെൻറ്റ് എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്. കാരണം R15 വേർഷൻ 2 ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വണ്ടി വെച്ച് നോക്കുമ്പം കുറച്ചും കൂടി എന്താ പറയുക, എൻജിൻ്റെ ഒരു വൈബ്രേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മളെ കൈക്കും കാലിനൊക്കെ ഇതിൽ അത്രയധികം ഹാൻഡിൽ ബാറിലേക്ക് ട്രാൻസ്ഫർ ആവുന്നില്ല. നമ്മളൊരു പുതിയ സീരീസാണ്, നമ്മൾ റിവ്യൂസൊക്കെ ചെയ്യുന്ന മുമ്പേ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള വണ്ടിയിൽ വെച്ച് റിവ്യൂ ചെയ്യുമ്പോൾ ഫസ്റ്റ് വണ്ടിയാണിത്. അപ്പോൾ ഇതിന് വളരെ വളരെ അധികം താങ്ക്സ് ദിൽജിത്ത് ഭായിക്ക് ഞാൻ പറയുകയാണ്. പുള്ളിയാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ പുള്ളീൻ്റെ ഓണർഷിപ്പിൻ്റെ ഒരു എക്സ്പീരിയൻസ്, കഴിഞ്ഞ 1.5 വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മളെടുത്തിപ്പം ഷെയർ ചെയ്യും. ഓൾമോസ്റ്റ് വണ്ടിയുടെ നമ്മൾ ഓഡോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ 22,315 കിലോമീറ്റേഴ്സ് പുള്ളി ഓടിച്ചിട്ടുണ്ട് വണ്ടി. പിന്നെ ഈ ഒരു ബിസി സ്പീഡ് റോഡ്സ് ആയതുകൊണ്ട് നമുക്ക് അധികം സ്പീഡിൽ പോകാനും പറ്റത്തില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും നല്ലൊരു കോൺഫിഡൻസ് ആണ്. അത് മാത്രമല്ല ഈ അഗ്രസീവ് പൊസിഷനിൽ നിങ്ങൾക്ക് വണ്ടി ആദ്യമായിട്ടൊക്കെ സ്പോർട്സ് ബൈക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഈ വണ്ടി അത്ര നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കിയുള്ള കാര്യം നമുക്ക് ദിൽജിത്ത് ഭായിയോട് ചോദിക്കാം. അതാണ് നമ്മൾ ദിൽജിത്ത് ഭായ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഈ വീഡിയോയിലേക്ക്. ഞാനിപ്പോൾ ഓൾറെഡി ഒരു ചെറിയ റൈഡൊക്കെ ചെയ്ത് നോക്കി. അതുപോലെ തന്നെ സെയ്ദ് ഭായ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മളെ വണ്ടിയുടെ ഓണറുണ്ട്, ദിൽജിത്ത് എന്നല്ലേ പേര് അല്ലേ? ദിൽജിത്ത് ഭായ്. അപ്പോൾ പുള്ളി നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടാണ്. നമ്മൾ പേജ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ബാംഗ്ലൂർ തന്നെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. വണ്ടി കേരളയുടെയാണ്, ഇടുക്കി. അപ്പോൾ ഇടുക്കിയിൽ ഐ തിങ്ക് ഫസ്റ്റ് BS6 വേർഷൻ ആയിട്ടുള്ള R15 ഷോറൂമിൽ ഫസ്റ്റ് കട്ടപ്പന ഷോറൂമിൽ ഫസ്റ്റ് R15 BS6 എടുത്ത ആളാണ്. അപ്പോൾ പുള്ളീൻ്റെ കഴിഞ്ഞ 22,000 കിലോമീറ്റർ ഓടിച്ചുകൊണ്ടുള്ള എക്സ്പീരിയൻസിനെ പറ്റി പുള്ളി പറഞ്ഞു, ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ എന്തൊക്കെയാണെന്നുള്ളത് പുള്ളിക്ക് പറയാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 22,000 കിലോമീറ്ററിൽ നിങ്ങൾ ഓടിച്ചപ്പോൾ എത്ര പ്രാവശ്യം നിങ്ങൾ ടയർ മാറ്റി? ബാക്ക് ടയർ ഒരു ടൈം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ടയർ ഒന്ന് 12,000 ബാക്ക് ടയർ പോയി തീർന്നു. പിന്നെ ഫ്രണ്ട് ടയർ 18,000. അപ്പം ഇപ്പോൾ ഇട്ടിരിക്കുന്ന ടയർ ഏതാണ്? ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അപ്പോളോയുടെ H1 S1 ഏതാണ്? ഓക്കെ, അപ്പോളോയുടെ ടയറാണ്. അപ്പോളോയുടെ ടയർ. ഇതിന് സ്റ്റോക്ക് വന്നിരുന്ന ടയർ ഏതായിരുന്നു? അത് MRF അല്ലേ? രണ്ടും ഫ്രണ്ടും ബാക്കും MRF ഉണ്ടായിരുന്നു സ്റ്റോക്ക്. ഇപ്പോൾ രണ്ടും അപ്പോളാണോ? അല്ലല്ല, ഫ്രണ്ട് MRF തന്നെ, ബാക്ക് അപ്പോളോ ചെയ്തു. ഓക്കെ, അപ്പോളോയിലും MRFലും നല്ല വ്യത്യാസമല്ലെന്ന് തോന്നുന്നു. ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അപ്പോളോ കുറച്ചുകൂടി ഗ്രിപ്പ് കൂടുതലുണ്ട്, കോർണറിങ് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഓക്കെ, ഈ 22,000 കിലോമീറ്റർ നിങ്ങൾ ലോങ് ട്രിപ്പ് ഏറ്റവും കൂടുതൽ പോയത് എവിടെയാണ്? ഇവിടെ നിന്ന് ബാംഗ്ലൂർ ടു വീട്ടിൽ പോകണത്, അങ്ങനെ തന്നെ തിരിച്ചിങ്ങോട്ട് വരണത്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് അറൗണ്ട് 1,000 കിലോമീറ്റേഴ്സിൻ്റെ ട്രിപ്പ് അല്ലേ? അറൗണ്ട് 1,000 വരും. വൺ സൈഡ് ഒരു 530-550 അത്ര വരും. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്കിപ്പം ഞാനിപ്പോൾ ഇരുന്ന് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള അഗ്രസീവ് പൊസിഷനായിട്ടാണ് തോന്നിയത്. കാരണം നല്ലോണം ലീൻ ചെയ്യണം നമ്മൾ. അപ്പോൾ നിങ്ങൾ ഈ 500 കിലോമീറ്റേഴ്സ് പ്ലസ് പോകുന്ന സമയത്ത് നിങ്ങൾ എത്ര ബ്രേക്സ് എടുക്കാറുണ്ട് പൊതുവേ? അതൊരു 100 കിലോമീറ്റർ കഴിഞ്ഞ് ജസ്റ്റ് എടുക്കും. അത് മൂഡ് പോലെ. ഇപ്പോൾ നല്ല മൂഡ് ഉണ്ടെങ്കിൽ ഒരു 300 കിലോമീറ്റർ കണ്ടിന്യൂ ഓടിക്കാം. അല്ലെങ്കിൽ കുറച്ച് പാടാണ്. ഓക്കെ, കറക്റ്റ് വണ്ടിയെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് കുറേ ദൂരം പോകാൻ പറ്റും. പുള്ളി പറയുന്നത് വണ്ടീനെ ഇഷ്ടപ്പെട്ട് ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ബാക്ക് പെയിൻ തോന്നത്തില്ല. കാരണം നമ്മൾ വണ്ടി ഇങ്ങനെ തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓടിച്ചാൽ അങ്ങനെയാണ്. കാരണം പൊതുവേ ഇപ്പോൾ ഉള്ള എല്ലാ നോർമൽ ബൈക്സും സ്ട്രേറ്റ് ഇതിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഇതിൻ്റെ ഫ്യൂൽ കൺസംഷൻ എത്രയാണ്? ഇതിൽ നമ്മളൊരു ന്യായമായ രീതിയിൽ 70 ബിലോ ഓടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 50 എബവ് കിട്ടും. 50 എബവ് നമ്മൾ നോർമൽ റോഡ് കണ്ടീഷൻസിൽ കിട്ടും. അതൊരു നല്ല ക്ലെയിമാണ്. 150cc റേസിംഗ് സ്പെക്കുള്ള ഒരു വണ്ടിക്ക് ഓൾമോസ്റ്റ് ഇത്രയും നല്ല ഇതിലൊരു 50 എന്നൊക്കെ പറഞ്ഞാൽ നല്ല VVA ഒക്കെ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് നല്ലപോലെ റവ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 40 to 45 അത്തരത്തിലേ കിട്ടും. എനിക്ക് കിട്ടുന്ന അതാണ് അതിൽ. പിന്നെ ഇത്രയും നിങ്ങൾ 1.5 വർഷം ഓടിച്ച സമയത്ത് മെയിൻ്റനൻസ് നിങ്ങൾ എത്ര ചിലവാക്കലുണ്ട്? അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ മെയിൻ്റനൻസ് ചെയ്യാറുള്ളത്? മെയിൻ്റനൻസ് വരുന്നത് 4,000 കിലോമീറ്ററിൽ 1 സർവീസ് വരുന്നു. അതിൽ
സർവീസിന് ഏകദേശം ഇവിടെ ബാംഗ്ലൂർ ചെയ്യുവാണെങ്കിൽ 2000 ബിലോ ആകുന്നുണ്ട്. ഇത് നാട്ടിലാണെങ്കിൽ ഒരു 1000 ആ റേഞ്ച്. അത് സർവീസിൽ പ്രോപ്പറായി ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്റർ അങ്ങനെയുള്ള സാധനങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോൾ കൂടുതൽ കോസ്റ്റ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നോർമലി ഒരു 1000 ബിലോയിൽ നിൽക്കും. ഓക്കെ, അപ്പോൾ അതും അത്ര വലിയൊരു എക്സ്പെൻസ് ആയിട്ട് തോന്നാറില്ല അല്ലേ? അതും കുഴപ്പമില്ല, നോട്ട് ബാഡ്. അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ ഈ വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ല. വണ്ടിക്ക് ഉള്ളിലിരുന്ന് ഓടിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് എപ്പോഴും കിട്ടും. ഇതുമായിട്ട് അങ്ങനെ ഒരു മേജർ ബ്രേക്ക് ഡൗൺ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള എന്താ ബ്രേക്ക് ഡൗൺ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒന്നുമില്ല. കാരണം ഇതിനകത്തിപ്പോൾ ഉള്ളത് ECU ആണല്ലേ, നമ്മളെ ഫ്യൂൽ ഇഞ്ചക്ഷൻ FI സിസ്റ്റം ആയതുകൊണ്ട് എന്തെങ്കിലും എപ്പോഴെങ്കിലും മറ്റേ ഇതിൻ്റെ ECU കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ എന്താ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഒരു കംപ്ലൈൻറ്റും ഇല്ല. പിന്നെ നമുക്കിപ്പോൾ കേരളത്തിൽ നമ്മളെടുത്ത സമയത്ത് എക്സ്റ്റൻഡ് വാറണ്ടി എന്ന് പറഞ്ഞിട്ട് 70,000 കിലോമീറ്റർ കൊടുക്കുന്നുണ്ട്. അത് 5 ഇയർ അല്ലെങ്കിൽ 70,000 കിലോമീറ്ററാണ്. അത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അങ്ങനെ പോകുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ 1.5 വർഷം വണ്ടി ഓടിച്ചതിന് ശേഷം എങ്ങനെയാണ് നിങ്ങൾ, ഐ മീൻ ഓവറോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ വണ്ടീനെ കൊണ്ട്? ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് യാതൊരു പ്രശ്നം തോന്നുന്നില്ല. പിന്നെ എടുക്കാൻ പോകുന്നവർ കുറച്ച് റൈഡ് ചെയ്തിട്ട് മിനിമം ഒരു 60 കിലോമീറ്റർ എങ്കിലും റൈഡ് ചെയ്തിട്ട് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് പുള്ളിൻ്റെ ഒരു എന്താ പറയുക ഒരു ടിപ്പാണ് നിങ്ങൾക്ക്. ആരെങ്കിലും ഇങ്ങനത്തെ ഒരു വണ്ടി എസ്പെഷ്യലി ഇപ്പം ഇനി അങ്ങോട്ട് വേർഷൻ 4ഉം അതുപോലെ തന്നെ 2022 വേറെ മോഡലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനും നിങ്ങൾ 60 കിലോമീറ്റേഴ്സ് വരെ അറ്റ്ലീസ്റ്റ് വേർഷൻ 3 ഒന്ന് ഓടിച്ചു നോക്കാണ് പറയുന്നത്. നോക്കുക, എന്നിട്ട് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ മാറ്റൽ നടക്കൂലല്ലോ. ശരിക്കും വണ്ടി ഇഷ്ടപ്പെട്ടാൽ പെർഫെക്റ്റ്. പക്ഷേ എഞ്ചിൻ്റെ സ്മൂത്ത്നെസ് റിഫൈൻമെൻറ്റ് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടാണ്? എനിക്കിഷ്ടമാണ്. ഞാൻ ന്യായമായ രീതിയിൽ ടോപ്പ് എൻഡ് നോക്കിയിട്ടുണ്ട്. ഒരു ഇതും തോന്നിയിട്ടില്ല. നിങ്ങൾ ടോപ്പ് സ്പീഡ് എത്ര പോയിട്ടുണ്ട്? ഇതിൽ മാക്സിമം 158 കട്ട് ഓഫ് ആണ്. അതിന് മേളിൽ കയറാം. നൈസ് റോഡ് വെച്ച് പോയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇതിൽ എപ്പോഴും വേർഷൻ 2-ലാണെങ്കിലും ആൾക്കാർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൻ്റെ പില്ലിയൻ സീറ്റ് ഭയങ്കര ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ പില്ലിയൻ കംഫർട്ട് നിങ്ങൾ ബാക്കിലിരുന്ന് എപ്പോഴും ഓടിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പൊതുവെ ബാക്കിൽ ഇരിക്കാറില്ല. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇരിക്കുമ്പോൾ അവർ പറയുക ഒരു 50 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും പറ്റുന്നില്ലടാ അങ്ങനെ ഒരു രീതിയിൽ പറയുന്നുണ്ട്. കാരണം ഇതിൽ മോണോഷോക്ക് സസ്പെൻഷൻ ആണ്. അത് മാത്രമാണ്. പിന്നെ ബാക്കിൽ ആളിരിക്കുമ്പോൾ നമുക്കും അത്ര ഒരു സ്റ്റെബിലിറ്റി ഇല്ല വണ്ടി ഓടിക്കുമ്പോൾ. സിംഗിളാണ് ഏറ്റവും പെർഫെക്റ്റ് ഇതിൽ. അപ്പോൾ അതാണ് ഈ പില്ലിയൻ കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ. പിന്നെ ഇതിന് സീറ്റ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഹാർഡാണല്ലേ പൊതുവേ നമ്മളെ. പക്ഷേ ഈ മെയിൻ സീറ്റ് കുറച്ച് സോഫ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? പില്ലിയൻ സീറ്റ് നല്ല ഹാർഡാണ്. ഹൈറ്റും നല്ല ഹൈറ്റ് ഉണ്ടോ? അതെ. ദാറ്റ്സ് ഓൾ ഗൈസ്. ഇതിനെ പറ്റിയിട്ടുള്ളൊരു ലോങ് റൈഡ് ഇംപ്രഷനാണ് പുള്ളി ഇപ്പോൾ തന്നത്. നിങ്ങൾക്ക് ഇതിന് ഇനിയും എന്തെങ്കിലും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പോൾ ദിൽജിത് ഭായ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പുള്ളീൻ്റെ Instagram ഹാൻഡിൽ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ ഇനിയും പുതിയ വേറെ വണ്ടികളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെയൊക്കെ കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്, സോറി, അതിന് ക്ഷമിക്കണം. കാരണം നമ്മളിപ്പോൾ ഉള്ളത് ഒരു പാർക്കിൻ്റെ ഏരിയയിലാണ്. അപ്പോൾ ആൾക്കാരൊക്കെ വന്നു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. താങ്ക്സ് ദിൽജിത് ഭായ്, ഞങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇങ്ങനെ തന്നൊരു ഓപ്പർച്യൂണിറ്റിക്ക്. നമ്മൾ മുമ്പോട്ട് ചിലപ്പം നാട്ടിലേക്ക് ഒരു റൈഡൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഇതുവരെയായിട്ടൊന്നും സക്സസ് ആയിട്ട് വന്നിട്ടില്ല. നമ്മളും സയ്യദ് ഭായൊക്കെ ചേർന്ന് ബാക്കി പുള്ളീൻ്റെ ഗ്രൂപ്പൊക്കെ ചേർന്ന് റൈഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഇതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ടേക്ക് കെയർ, ബൈ.